മക്കളെ, ഇന്ന് നമുക്ക് ദില്ലിമേം ഉനീന്തേം എന്ന ചാപ്റ്ററിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തേത്, ദില്ലിമേ ഉനീന്തേം കിസ് വിധാക്കി രചന ഹെ. ദില്ലിമേ ഉനീന്തേം എന്നത് ഏത് പ്രകാരത്തിലുള്ള രചനയാണ്? സംസ്മരൺ. കിസ്നെ ലിഖ, ആരാണ് എഴുതിയത്? ഗഗൻ ഗിൽ. പാത്ര കോൻ കോൻ ഹെ, കഥാപാത്രങ്ങൾ ആരൊക്കെ? ലേഖിക രാജാറാം സാൻഡി. ദോ ഏക് ഓട്ടോ കഹാം ഗഡേദേ, ഒന്ന് രണ്ട് ഓട്ടോ എവിടെയാണ് നിർത്തിയിട്ടിരുന്നത്? ബിർള മന്ദിർ കെ ബാഹർ, ബിർള മന്ദിരത്തിന് പുറത്ത്. കിസ് സഡക്ക് സുൻസാൻ ഹെ, ഏത് റോഡാണ് വിജനമായത്? മന്ദിർ മാർഗ് പർ സഡക്ക് സുൻസാൻ ഹെ, മന്ദിർ മാർഗിലുള്ള റോഡാണ് വിജനമായിട്ടുണ്ടായിരുന്നത്. മേ ഗിർത്തി പടുത്തി കിതാബേ സീറ്റ് പർ ജമാത്തി ഹെ. ഇസ്മേം മേം കോൻ ഹെ, ഞാൻ പുസ്തകങ്ങളൊക്കെ ഒതുക്കി വെച്ചു എന്ന് പറഞ്ഞല്ലോ, ആ ഒതുക്കി വെച്ച ഞാൻ ആരായിരുന്നു എന്നാണ് ചോദ്യം. ലേഖിക. ലേഖിക കിസ് സംസ്ഥാ സേ കിതാബേ ഖരീദ് കർ ലൗട്ടി. ലേഖിക എവിടെ നിന്നാണ് പുസ്തകങ്ങൾ വാങ്ങി തിരിച്ച് ഇറങ്ങിയത്? എവിടെ നിന്നാണ് പുസ്തകങ്ങൾ വാങ്ങിയിട്ട് തിരിച്ചു പോന്ന സ്ഥലം എവിടെയായിരുന്നു എന്നാണ് ചോദ്യം. സാഹിത്യ അക്കാദമി. ലേഖിക കിസ് സഡക്ക് പർ പഹുഞ്ചി, ലേഖിക ഏത് റോഡിലാണ് എത്തിയത്? മന്ദിർ മാർഗ്. മന്ദിർ കെ ബാഹർ കോൻസി വാഹൻ ഖഡേദേ, മന്ദിരത്തിന്റെ പുറത്തായിട്ട് ഏത് വാഹനമാണ് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നത്? ഓട്ടോ. റിക്ഷേ വാലേനെ ലേഖിക സേ ക്യാ കഹ, റിക്ഷേ വാല ലേഖികയോട്, അതായത് ഓട്ടോ ഡ്രൈവർ എന്നാണ് കേട്ടോ ഇവിടെ യോജിക്കുന്നത്. റിക്ഷേവാല എന്ന് പറയുമ്പോൾ സൈക്കിൾ റിക്ഷയാണെന്നാണ് നമ്മൾക്ക് ഇതിൻ്റെ അർത്ഥം കിട്ടുക. അപ്പോൾ ഇത് ഒരു മിസ്റ്റേക്ക് വന്നതാണ്. ഇവിടെ റിക്ഷേവാല എന്നല്ല, ഓട്ടോ ഡ്രൈവർ എന്നാണ് കേട്ടോ, അല്ലെങ്കിൽ ഓട്ടോവാലാനെ ലേഖികാസേ ക്യാ കഹ, ഓട്ടോവാല ലേഖികയോട് എന്താണ് പറഞ്ഞത്? ബൈറ്റിയെ, ഇരുന്നാലും. പോവാനുള്ള കാര്യം ചോദിച്ചപ്പോൾ ഇരുന്നാലും എന്നാണ് പറഞ്ഞത്, വണ്ടിയിലേക്ക് കയറിയിരിക്കാൻ. ഓട്ടോ ചാലകിനെ കിസ് തരക സ്വെറ്റർ പഹനാദ, ഓട്ടോ ഡ്രൈവർ എപ്രകാരത്തിലുള്ള സ്വെറ്ററാണ് ധരിച്ചിരുന്നത്? ഗന്ധ സ്വെറ്റർ. ഓട്ടോ ചാലകി ഹാലത്ത് കൈസീതി, അയാളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? ദക്കി ഹുയി, ക്ഷീണിച്ച അവസ്ഥയായിരുന്നു. ആപ്കാ മത്ലബ് ആപ് ഇസ് 3 ഫീറ്റ് ലംബി പിച്ചലി സീറ്റ് പർ സോത്തെ ഹെ, യഹ് കിസ്നെ കിസ്സേ കഹാ, താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ഈ 3 അടി നീളമുള്ള പിൻ സീറ്റിലാണ് ഉറങ്ങുന്നത് എന്ന് ആരോടാണ് പറഞ്ഞത് എന്നാണ് ചോദ്യം. ലേഖിക രാജാറാമിനോട്. രാജാറാം കാ ഗർ കഹാം ദ, രാജാറാമിന്റെ വീട് എവിടെയായിരുന്നു? അതായത് ഓട്ടോറിക്ഷക്കാരന്റെ വീട് എവിടെയായിരുന്നു? ഉന്നാവ്, യുപിയിൽ ഉന്നാവിലായിരുന്നു അയാളുടെ വീട്. കഹാം റിക്ഷ ചലാത്താത, എവിടെയാണ് അയാൾ റിക്ഷ ഓടിച്ചിരുന്നത്? സൈക്കിൾ റിക്ഷ. അയാൾ 8 വർഷം സൈക്കിൾ റിക്ഷ ഓടിച്ചു. ഒരു അമീർ ആത്മി, ദയാലുവായ അമീർ ആത്മിയെ അദ്ദേഹം 1.5 വർഷം സേവിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് അയാൾ റിക്ഷ ഓടിക്കുമായിരുന്നു, സൈക്കിൾ റിക്ഷ ഓടിക്കുകയായിരുന്നു. ചവിട്ടി ഇങ്ങനെ ഓടിക്കണം ആ സൈക്കിൾ റിക്ഷ അല്ലേ. അപ്പോൾ ആ സൈക്കിൾ റിക്ഷ ഓടിച്ചത് എത്ര വർഷമായിരുന്നു എന്നാണ് ചോദ്യം. എവിടെയായിരുന്നു എന്നാണ് ചോദ്യം. കഹാം എവിടെയായിരുന്നു എന്നാണ് ചോദ്യം. ചാന്ദിനി ചൗക്കും, എവിടെയായിരുന്നു? ചാന്ദിനി ചൗക്കിലായിരുന്നു അയാൾ റിക്ഷ ഓടിച്ചിരുന്നത്. ദയാലു അമീർ ആത്മീസെ കിത്തനി സാൽ സേവാക്കി, ദയാലുവായ ധനികനായ വ്യക്തിയെ അയാൾ എത്ര വർഷം സേവിച്ചു? 1.5 സാൽ, 1.5 വർഷം. 1.5 സാൽ, 1.5 പറഞ്ഞാൽ 1.5, ടായി 2.5, പൗനെ പറഞ്ഞാൽ 3/4, സവാ പറഞ്ഞാൽ 4. ഓക്കെ, അപ്പൊ 1.5 പറഞ്ഞാൽ എന്താണ്? 1.5. എത്ര വർഷമാണ്? 1.5 വർഷം അയാൾ ആ അമീർ വ്യക്തിയെ സഹായിച്ചു, സേവിച്ചു. ഉസ്കെ ബദലെ അമീർ ആത്മീനെ ക്യാ ദിയ, അതിനു പകരമായിട്ട് ആ ധനികനായ വ്യക്തി ഓട്ടോക്കാരന്, നമ്മുടെ രാജാറാമിന് എന്താണ് നൽകിയത്? യഹ് പുരാന ഓട്ടോ ലേ ദിയ, ഈ പഴയ ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ ആ റിക്ഷ ഓടിച്ചുകൊണ്ട് നടന്നിരുന്ന നമ്മുടെ ഈ രാജാറാമിന് ഒരു പഴയ ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയാണ് ആര് ചെയ്തത്? ആ ധനികനായ ദയാലുവായ വ്യക്തി ചെയ്തത് അല്ലേ.
പഹലെ ഗാവ് മേ മസ്തൂരി കർത്താ കോൻ. ഗ്രാമത്തിൽ ആദ്യം കൃഷിപ്പണി ചെയ്തു വന്നിരുന്നത് ആരായിരുന്നു? രാജാറാം. ദില്ലി മേ ജാനെ കാ നിർണയ് ക്യോം ലിയ. ദില്ലിയിലേക്ക് പോവാനുള്ള തീരുമാനമെടുത്തത് എന്തുകൊണ്ട്? ഉസ്കാ ഘർ ബാരിഷ് മേ ടഹ് ഗയാ ഥാ. അയാളുടെ വീട് മഴയിൽ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ഗാവ് മേ ജമീൻ നഹീ ഥാ. ഗ്രാമത്തിൽ ഭൂമി ഉണ്ടായിരുന്നില്ല. ഗുലേ മേ സോത്താ ഥാ. എന്താ പറയാ, തുറസായ സ്ഥലത്താണ് ഉറങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇസിലിയെ എന്ന് പറയും, ഇക്കാരണത്താൽ. അതായത് അയാൾക്ക് അവിടെ കൃഷി ചെയ്യാനും മറ്റുമായിട്ട് ഭൂമി ഉണ്ടായിരുന്നില്ല, താമസിക്കാനാണെങ്കിൽ വീടും ഉണ്ടായിരുന്നില്ല. തുറസായ സ്ഥലത്ത് തന്നെയാണ്, അവിടെ ഒരു മേൽക്കൂര പോലും ഇല്ലാതെ തുറസായ സ്ഥലത്താണ് ഉറങ്ങിയിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് തീരുമാനിച്ചത്? ഡൽഹിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഡൽഹിയിലെ റോഡും അയാളുടെ ഗ്രാമത്തിലെ തുറന്ന സ്ഥലവും തമ്മിൽ അയാൾക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ദില്ലി കെ സടക്ക് और अपने गाँव के गुले दोनों में ഫർക്ക് നഹീം പടുത്താതാ. രണ്ടും തമ്മിൽ വ്യത്യാസം തോന്നിയിരുന്നില്ല. ഓക്കെ, അത് ഞാൻ എഴുതിയിട്ടില്ല, പറഞ്ഞതാണ്. ഇനി അടുത്ത് നോക്കാം. കിത്തനെ സാൽ കി ഉമ്ർ മേ സ്കൂൾ ജാനാ ശുരു കിയാ ഥാ. എത്ര വയസ്സാകുമ്പോഴാണ് അദ്ദേഹം സ്കൂളിൽ പോവാൻ ആരംഭിച്ചത്? 8 സാൽ കി ഉമ്ർ മേ. 8 വയസ്സാകുന്ന സമയത്താണ് അയാൾ സ്കൂളിൽ പോവാൻ ആരംഭിച്ചത്. 1962 1962 അല്ലെ, 1962 മേ കോൻസി മേ പഠിത്താത. 1962 അയാൾ എത്രാം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്? 5വീं മേ. 1962 അയാൾ 5ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ഗനീമത്ത് കാ മത്ലബ് ക്യാ ഹേ? ഖുശി കി ബാത്ത്. ഗനീമത്ത് എന്നതിൻ്റെ അർത്ഥം ഖുശി കി ബാത്ത് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. എല്ലാവരും വൺ വേർഡ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ച് പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഓരോ പാരാഗ്രാഫിൽ നിന്നും നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സ്വയം തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഹിന്ദി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാനും മാർക്ക് വാങ്ങിക്കാനും പറ്റും. നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി പാഠഭാഗം വായിച്ച് പഠിച്ചാൽ മാത്രം മതി. അതിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ.